അങ്ങനെ ആ ആഗ്രഹവും പൂവണിഞ്ഞു. ഹേ ഗായ്സ്, ഐ ആം അൻവി ഫ്രം കണ്ണൂർ. നമ്മളെ ത്രിമൂർത്തികളുണ്ട്. നമ്മളെപ്പോൾ എന്ത് പ്ലാൻ ചെയ്താലും അതൊന്നും നടക്കൂല. എപ്പം പറയും ഓരോ സ്ഥലത്ത് പോകാൻ, അങ്ങനെയൊന്നും നടക്കില്ല. അവസാനം നമ്മൾ സിനിമക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു ദിവസം നമുക്ക് സെറ്റായി. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങി. സർവമായ മൂവിയായിരുന്നു ആ ടൈം ഉണ്ടായേ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് കിട്ടിയ അവസരമല്ലേ, അതിന് തന്നെ പോകാം. അങ്ങനെ സവിത ഫിലിം സിറ്റിയിലെത്തി. അവിടുന്ന് ടിക്കറ്റും എടുത്ത്, പിന്നെ ഫുഡ്, അത് മെയിനാണല്ലോ. സിനിമ കണ്ടില്ലേ ഫുഡ് വേണം. അതങ്ങനെ ഫുഡും വാങ്ങി. എന്തോ ഭാഗ്യത്തിന് തിരക്ക് പിടിച്ചോടിയിട്ടും കറക്റ്റ് സമയത്തിന് സിനിമ തിയേറ്ററിലെത്തി. അതുകൊണ്ട് തന്നെ സീറ്റും പരതി പിടിച്ച് ആടിയിരുന്ന് ആള് ഭയങ്കര ഗൗരവത്തിലാണ്. പിന്നെ നമ്മൾ രണ്ടാളും പറയണ്ട. അങ്ങനെ മൂവി തുടങ്ങി. പിന്നെ നിവിൻ പോളിയും അജു വർഗീസും ഉണ്ടാകുമ്പോൾ പറയണ്ടല്ലോ, കോമഡിക്ക് ക്ഷാമമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മൂവിയെല്ലാം കണ്ട് പുറത്തിറങ്ങി. പിന്നെ നമുക്ക് റിവ്യൂ ചോദിക്കാം. അപ്പോൾ സിനിമേൻ്റെ റിവ്യൂ ഇവർ ഈ കൊറിയൻ ഡ്രാമ കണ്ട് തലക്ക് പിടിച്ചോണ്ട് തന്നെ അതിലുള്ള എന്തെല്ലാം ഉണ്ട് എന്നെല്ലാം പറയുന്നത്. പിന്നെ എനക്കതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയാൻ നിന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ് ഇറങ്ങി വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് ഇവളെ കൊണ്ട് ഒരു കടലൊക്കെ വാങ്ങിപ്പിച്ച്, എന്നിട്ട് പിന്നെ നേരം ബസ് കയറി വീട്ടിലേക്ക് പോയി. ഇന്ന് ഫുഡ് കഴിക്കാൻ ടൈം ഉണ്ടായില്ല. പിന്നെ ബസ് കയറി ഓരോ ആൾ ഓരോ സീറ്റിൽ. പിന്നെ നമ്മളെ കയറി സ്ഥലത്ത് ഇറങ്ങി. പിന്നെ ഇവള് നേരെ എൻ്റെ വീട്ടിലേക്ക് മക്രോണി വേണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഞാനൊക്കെ മക്രോണിയെല്ലാം ഉണ്ടാക്കി അതെല്ലാം കഴിച്ച്. അത് കഴിഞ്ഞ് ഓളെ വീട്ടിൽ പോയി. ഞാൻ നേരെ ജിമ്മിലേക്കും പോയി. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഓക്കെ, ബായ്.